എല്ലാവർക്കും നമസ്കാരം. 203 രൂപയ്ക്ക് 3 സംസ്ഥാനങ്ങളിലൂടെ കേരളം, തമിഴ്നാട്, കർണാടക 6 മണിക്കൂർ കൊണ്ട് 160 കിലോമീറ്റർ യാത്ര. അതിൽ 90% ഉൾക്കാട്ടിലൂടെ മൃഗങ്ങളെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ആ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി KSRTC ഗ്യാരേജിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ കൃത്യം 8 മണിക്ക് കോയമ്പത്തൂരിലേക്ക് പുറപ്പെടുന്ന KSRTC ബസ് പഴൂർ പാട്ടവേൽ വഴി യാത്ര ചെയ്ത് 8 മണിക്ക് പുറപ്പെടുന്ന ബസ് 9:45 ആകുമ്പോൾ ഗൂഡല്ലൂർ എത്തിച്ചേരും. 66 രൂപയാണ് ടിക്കറ്റ് ചാർജ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂർ എത്തുമ്പോഴേക്കും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കാനന ഭംഗി ആവോളം ആസ്വദിക്കാം. രാവിലെ 8 മണിക്ക് പുറപ്പെട്ട ബസ് 9:45 ആയപ്പോഴേക്കും ഗൂഡല്ലൂരെത്തി. ഒരു 15 മിനിറ്റ് അവിടെ കാത്തുനിന്നു. അപ്പോഴേക്കും ചെറിയൊരു മൂത്രശങ്ക. പതിയെ ഞങ്ങൾ അവിടുത്തെ ടോയ്ലറ്റിലേക്ക് പോയി. കുഴപ്പമില്ല, സാമാന്യം നല്ല ഒരു ടോയ്ലറ്റാണ്. ഈ ഒരു കുറഞ്ഞ പാക്കേജിൽ നമുക്കിതിനേക്കാൾ വലിയൊരു ടോയ്ലറ്റ് പ്രതീക്ഷിക്കാനാവില്ലല്ലോ. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോട്ടലുകളിൽ പോകേണ്ടതായിട്ട് വരും. എന്നാലും ആ ചേച്ചിയോട് മിണ്ടിയും പറഞ്ഞും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ് വരുന്നതും കാത്തുനിന്നു. കൃത്യം 10 മണിയായപ്പോഴേക്കും ഊട്ടിയിൽ നിന്ന് വരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഒരു 10 മിനിറ്റോളം ആ ബസ് അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങളും പിന്നീട് മറ്റു ചിലരും ആ ബസ്സിലേക്ക് കയറി. അതിനിടയിൽ ഞങ്ങളെ പരിചയമുള്ള പലരും വന്നു, മിണ്ടിയും പറഞ്ഞും അവരോടൊപ്പം ഇത്തിരി നേരമൊക്കെ കൂട്ടുകൂടി. ഗൂഡല്ലൂർ സ്റ്റാൻഡിൻ്റെ പിൻഭാഗത്തുള്ള മലനിരകളിൽ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. കാർമേഘങ്ങളിങ്ങനെ പാഞ്ഞു പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ആവോളം കണ്ടു നിന്നു. യാത്രകളിലൊക്കെ ഞങ്ങളെ പലരും തിരിച്ചറിയുന്നത് കണ്ടപ്പോൾ അപ്പൂസിനും എനിക്കും ഏറെ സന്തോഷമായി. പതിയെ തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സിലേക്ക് കയറി. ഈ യാത്ര 3 സംസ്ഥാനങ്ങളുടെ പൊതുഗതാഗത സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് യാത്ര ചെയ്യുന്നത്. അതും ഓർഡിനറി ബസ്സിലാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ 10 മണിക്ക് ഗൂഡല്ലൂർ സ്റ്റാൻഡിൽ നിന്നും ഞങ്ങൾ മുതുമല, ബന്ദിപ്പൂർ വഴി യാത്ര തുടർന്നു. ഏറെ മൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള റൂട്ടാണിത്. ഞങ്ങളും ആവോളം മൃഗങ്ങളെ കണ്ടു. ഇടതുഭാഗത്തും വലതുഭാഗത്തുമൊക്കെ ഇഷ്ടംപോലെ ആനകൾ, നദിയോട് ചേർന്ന് കാട്ടുപോത്ത്, മാൻകൂട്ടങ്ങൾ, റോഡിൻ്റെ നടുവിലൊക്കെ മയിൽ, കലമാൻ കൂട്ടങ്ങൾ, സിംഹവാലൻ കുരങ്ങുകൾ, യാദൃച്ഛികമായി മിന്നിമായുന്ന പുലി, കടുവ, വ്യത്യസ്ത തരം ആനകൾ. വ്യത്യസ്ത തരം എന്ന് പറയുന്നത് പല വലിപ്പത്തിൽ പല കൂട്ടങ്ങളായിട്ട് ആനകളെ കണ്ടു. കാലാവസ്ഥയും ഇടയ്ക്ക് വെയിൽ, ഇടയ്ക്ക് ചാറ്റൽ മഴ, ഇടയ്ക്ക് കനത്ത മഴ, ഇടയ്ക്ക് തെളിഞ്ഞ കാലാവസ്ഥ, ഇടയ്ക്ക് ഇത്തിരി കാറ്റ്. അതും കാട്ടിനുള്ളിലൂടെ ഈ വൈബൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ വലിയ സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം മുതുമല ഭാഗത്തെത്തി. മുതുമലയിൽ നിന്ന് വലതുഭാഗത്തേക്ക് പോയ ആനപ്പന്തിയുണ്ട്. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതെല്ലാം നമുക്ക് കാണാം. അത് ഈ യാത്രയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ഇതൊരു പൊതുഗതാഗത സംവിധാനം ആണല്ലോ. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ഇവിടെ നമുക്കങ്ങനെ നിർത്തിയിടാൻ പറ്റില്ല. മുതുമലയിൽ നിന്ന് വലതുഭാഗത്തേക്ക് പോയ മസനഗുഡിയും മോയാറും ഒക്കെ ഉണ്ട്. നല്ല കാഴ്ചകൾ നൽകുന്ന നല്ല ഗ്രാമപ്രദേശങ്ങളാണ്. മൃഗങ്ങളെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുന്ന പോലെ തോന്നും. റോഡിന് ഇരുവശവും അത്രമേൽ മൃഗങ്ങളുണ്ട്. അങ്ങനെ വീണ്ടും മുതുമലയിൽ നിന്ന് ഞങ്ങൾ ബന്ദിപ്പൂർ ഭാഗത്തേക്ക് യാത്ര തുടർന്നു. റോഡിന് ഇരുവശവും കാഴ്ചകളാണ്. 2 വശത്തേക്കും കണ്ണു പായിച്ചിരിക്കുന്നവർക്ക് തൃപ്തി നൽകുന്ന വിധം ഇഷ്ടംപോലെ മൃഗങ്ങൾ, മാൻകൂട്ടങ്ങളൊക്കെ അത്രയധികമുണ്ട്. അതും ഒരു മാൻകൂട്ടം കലമാൻകൂട്ടമാണെങ്കിൽ അടുത്ത് വരുന്നത് കലമാൻകൂട്ടമായിരിക്കില്ല, സാധാരണ മാൻകൂട്ടമായിരിക്കും. പിന്നെ മാവിൻ്റെ കൂട്ടങ്ങൾ, അതുപോലെ കുറുനരികളിങ്ങനെ ചെറിയ മാൻകുട്ടികളെ ഓടിച്ചുകൊണ്ട് പോയിട്ട് ഭക്ഷണമാക്കുന്നതൊക്കെ കാണാൻ സാധിച്ചു. അതൊരിത്തിരി വേദന ജനിപ്പിച്ചെങ്കിലും ഇതാ ഇവിടെ ഒരു മയിലിനെ കണ്ടു. വളരെ പതുക്കെ ഡ്രൈവർ വണ്ടി ഒന്ന് സ്ലോ ചെയ്തു. ഞങ്ങളതിൻ്റെ വീഡിയോ ഒക്കെ പകർത്തി. അങ്ങനെ ഓരോ മൃഗങ്ങളെയും കണ്ടും
ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും വളരെ പതുക്കെ പോയി. ഡ്രൈവറോട് ഏറെ നന്ദിയുണ്ട്. വെള്ളിങ്കിരി എന്നാണ് ഡ്രൈവറുടെ പേര്. അദ്ദേഹം ഓരോ മൃഗങ്ങളെയും കാണുന്ന സ്പോട്ടുകൾ നേരത്തെ പറഞ്ഞു തരും. ആ ഭാഗത്തേക്ക് നോക്ക്, അതിനെ എടുത്തോളൂ, ഈ ഭാഗത്തേക്ക് നോക്ക്, ഇതിനെ കിട്ടും. ഇത്രയും സ്നേഹത്തോടെയും ഏറെ വാത്സല്യത്തോടെയും ആ മനുഷ്യൻ ഞങ്ങളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ മുതുമലയുടെ കാഴ്ചകളിൽ നിന്ന് ഞങ്ങൾ പതുക്കെ ബന്ദിപ്പുരയിലേക്ക് കയറുകയാണ്. കേരളത്തിൻ്റെ കാട് പോലെ ഏകദേശം സാമ്യമുണ്ട് തമിഴ്നാടിൻ്റെ കാടും, പച്ചപ്പും മരങ്ങളൊക്കെ തമ്മിൽ. പക്ഷേ ബന്ദിപ്പുരയിലേക്ക് കിടക്കുന്ന സമയത്ത് കാടിന് മറ്റൊരു ഭംഗിയാണുള്ളത്. എല്ലാം വ്യത്യസ്തമാണ്. ഏറെ കൗതുകം തരുന്നതും കാഴ്ചയ്ക്ക് ഇമ്പമുള്ളതുമാണ്. മാൻകൂട്ടങ്ങൾക്കൊന്നും ഒരു പേടിയില്ല. ആരും അവയെ ഉപദ്രവിക്കാറില്ലല്ലോ. കാട്ടിലെ കടുവയും പുലിയൊക്കെ ആണെങ്കിലും ഒരെണ്ണത്തിനെ പിടിച്ചാൽ പിന്നെ വിശപ്പ് മാറി പിന്നെ ആരെയും അവർ ഉപദ്രവിക്കില്ല. അങ്ങനെ പൂത്തു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ, കാടിനിടയിലൂടെ, മഴ വീണ് തെന്നിക്കിടക്കുന്ന റോട്ടിലൂടെ ഞങ്ങളിങ്ങനെ കാഴ്ചകളെ ഒപ്പിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി ഞങ്ങൾ ഒത്തിരി പോന്നിട്ടുണ്ട്, ബുള്ളറ്റിലും കാറിലുമൊക്കെ. അതാ വീണ്ടും അവിടെ മാൻകൂട്ടം ഒത്തിരിയുണ്ട്. വീണ്ടും കാഴ്ചകളുടെ വസന്തം സമ്മാനിച്ചുകൊണ്ട് പലതരത്തിലുള്ള കാട്ടുമരങ്ങളും പൂക്കളും ബന്ദിപ്പുര ടൈഗർ റിസർവും ഒക്കെ കടന്ന് ഞങ്ങളിങ്ങനെ വളരെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സവാരിക്കുള്ള ആളുകളെ കാത്ത് വണ്ടികളും കാഴ്ചക്കാരെ പ്രതീക്ഷിച്ച് മാങ്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആരും ആരെയും ഉപദ്രവിക്കുന്നില്ല. എല്ലാവരും സ്വസ്ഥതയോടെ സമാധാനത്തോടെ അവരവരുടെ പുല്ലും തിന്ന് ജീവിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ കാഴ്ചകളിലൂടെ മുന്നോട്ട് പോയി. ബന്ദിപ്പുര ടൈഗർ റിസർവ് ആ ബോർഡ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പച്ചക്കറിത്തോട്ടങ്ങളും ആളുകളും ഒക്കെ കാണാൻ സാധിച്ചു. പിന്നെ റോഡിന് ഇരുവശവും പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും ഒക്കെയായിരുന്നു. ആ പൊരിവെയിലത്തും അധ്വാനിക്കുന്ന ഒരു പറ്റം മനുഷ്യരെ കണ്ടു. വാഴത്തോട്ടങ്ങളും പയറും വെണ്ടയും തക്കാളിയും സൂര്യകാന്തിപ്പാടങ്ങളും കാലികളും ഒക്കെ കാഴ്ചകൾക്ക് ഇമ്പമേകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗോപാൽസ്വാമിപ്പേട്ടിലേക്ക് തിരിയുന്ന ആ ജംഗ്ഷനിലെത്തി. ഇവിടെ കാണുന്നത് തേനീച്ചപ്പാടങ്ങളാണ്, തേനീച്ച കോളനികൾ. അത്തരം കാഴ്ചകളെല്ലാം കണ്ട് കുളവും പൂപ്പാടങ്ങളും പിന്നിട്ട് പതിയെ ഗുണ്ടൽപേട്ട് ടൗണിലേക്ക് പ്രവേശിക്കാറായി. കർണാടക കാഴ്ചകളിലൂടെ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടൽപേട്ട് ടൗണിലെത്തി. ഇതാണ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിർത്തി. അവിടെ ഇറങ്ങി കുറച്ച് വെള്ളം കുടിച്ചു. കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാനുള്ള ശ്രമത്തിലാണിനി. സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകുന്ന ചോറ്റുപാത്രമാണ് എടുത്തത്. അതിൽ പുട്ടും നേന്ത്രപ്പഴം പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. വളരെ പതുക്കെ ആ സ്കൂളിനോട് ചേർന്ന്, റോഡ് സൈഡിനോട് ചേർന്നുള്ള മതിൽക്കെട്ടിൽ ഞങ്ങളിരുന്നു. ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു. നല്ല വൃത്തിയുണ്ട്. തൊട്ടു മുന്നിൽ ഹോട്ടലുകളൊക്കെയുണ്ട്. കാനയിൽ എന്തോ പണി നടക്കുന്നു. അവിടെ ഇരുന്ന് വളരെ പതുക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അജ്മി പുട്ടുപൊടി കൊണ്ടുണ്ടാക്കിയ പുട്ട്. എന്തോ അജ്മി പുട്ടിനോട് വളരെ ഇഷ്ടമാണ്. അത് പഴം കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഏറെ ഇഷ്ടമാണ്. അപ്പോഴേക്കും അപ്പുക്കുട്ടനും വായും തുറന്ന് പിടിച്ചു വന്നു. പുട്ടും പഴവും കൂട്ടിക്കുഴച്ച് അപ്പുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞാൻ അപ്പുവിനോട് പറഞ്ഞു, കുട്ടിക്കാലത്ത് നേന്ത്രപ്പഴം പുഴുങ്ങി ഉടയ്ക്കുമ്പോൾ അതിനുള്ളിൽ കറുത്ത നാരുണ്ടാവും, മുത്തുമണികളും. അത് കുഞ്ഞു കുട്ടികളുടെ ദഹന പ്രക്രിയയ്ക്ക് തടസ്സം നിൽക്കുമെന്ന് പഴമക്കാർ പറഞ്ഞതുകൊണ്ട് അതെല്ലാം എടുത്തു മാറ്റി ബാക്കിയുള്ള പഴമാണ് ഉടച്ചു നൽകുക. വലുതാവുമ്പോൾ ഈ കുട്ടികൾ ആരെങ്കിലും ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ ഓർക്കുന്നവർ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുന്ന നല്ല മക്കളായി നിലകൊള്ളും. പണ്ട് എൻ്റെ വീട്ടിൽ കാളൻ എന്ന് പറയുന്നൊരു ചേട്ടൻ വരുമായിരുന്നു. കണ്ണ് കാണില്ല. നാട്ടിൻ പുറത്തെ എല്ലാ വീടുകളിലൂടെയും വരും. എല്ലാവരും പൈസയും ഭക്ഷണമൊക്കെ കൊടുക്കും.
ഓരോ വീട്ടിലേക്കും കയറി വരുമ്പോൾ കാളഞ്ചേട്ടൻ ഇങ്ങനെ പറയായിരുന്നു, മക്കളെ പെറ്റവരെ, മനദുഃഖമറിഞ്ഞവരെ, വല്ലതും തായോ എന്ന്. എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിച്ച് തിരിച്ചു പോകുമ്പോൾ കാളഞ്ചേട്ടൻ പറയും, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കണ്ട, ഏത് സമയത്തും വാടിപ്പോകാം, കൊഴിഞ്ഞു പോകാമെന്ന്. കാളഞ്ചേട്ടനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മച്ചി എപ്പോഴും പറയും, എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കല്യാണത്തിൻ്റെ ബ്രോക്കർ ഭിക്ഷ യാചിച്ച് നടന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന്. അന്ന് ഫോണോ ഇതുപോലെ വാഹനങ്ങളോ ഒന്നുമില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന വഴിക്ക് അമ്മയുടെ അച്ഛൻ പറഞ്ഞു, നല്ല പയ്യന്മാരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ. പിന്നീട് എപ്പോഴോ മീനങ്ങാടി വന്ന് എൻ്റെ അച്ഛനെ കണ്ട സമയത്ത് അദ്ദേഹം തിരിച്ച് അവിടെ ചെന്ന് പറഞ്ഞു, ബത്തേരിയിലൊരു പെണ്ണുണ്ടെന്ന്. അങ്ങനെ ഭിക്ഷക്കാരനായിരുന്നു എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കല്യാണ ബ്രോക്കർ. പഴയ ഓർമ്മകളിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞാൽ ഒരായുസ് കൊണ്ട് തീരാത്ത അത്രയും അനുഭവങ്ങളും നേർക്കാഴ്ചകളും ഉള്ളിലിങ്ങനെ വിങ്ങുകയാണ്. അപ്പൂസും പതുക്കെ പുട്ടും പഴവും കഴിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും കർണാടകയിലെ വെയിലൊക്കെ മാറി ചാറ്റൽ മഴ വന്നു തുടങ്ങി. വളരെ പതിയെ മഴ ശക്തി പ്രാപിച്ചു. കർണാടകയിലെ മഴയും ഞങ്ങൾ ഒഴിവാക്കിയില്ല. അതും നനഞ്ഞു. മഴ നനയാൻ ഏറെ ഇഷ്ടം. മഴ ഇങ്ങനെ മനസ്സിനെ തണുപ്പിക്കും, ഒരുപാട് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകും. വിശപ്പ് മാറാൻ ആഹാരമുണ്ടെങ്കിൽ, നല്ല വസ്ത്രമുണ്ടെങ്കിൽ മഴ ആസ്വദിക്കാൻ പറ്റും. ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് മഴയെ അത്രമേൽ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. പച്ചക്കട്ടയിൽ ഉണ്ടാക്കിയ വീട്ടിൽ വാഴയിലയിൽ മഴ നനയാതെ കിടന്ന സമയത്ത് മഴയെ എന്നോ ഒരിഷ്ടക്കേട് തോന്നിയിരുന്നു മഴയോട്. അതാ നമ്മുടെ KSRTC ബസ് വന്നു. സമയം 12:30 ഞങ്ങളതിൽ കയറി. കണ്ടക്ടറോടും ഡ്രൈവറോടൊക്കെ മിണ്ടിയും പറഞ്ഞു വളരെ പതുക്കെ വണ്ടി മുന്നോട്ടെടുത്തു. ഇനി ഗുണ്ടിൽപേട്ടിൽ നിന്നും കക്കൽത്തുണ്ടി വഴി വയനാട്ടിലേക്ക്, സുൽത്താൻ ബത്തേരിയിലേക്ക് റോഡിനിരുവശവുമുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഓരോന്നും മനസ്സിലൊപ്പിയെടുത്ത് മുന്നോട്ട് പോയപ്പോഴേക്കും മഴ മാറി. വീണ്ടും വരണ്ട മണ്ണും വരൾച്ചയുള്ള കാഴ്ചകളുമായിരുന്നു. റോഡിനിരുവശവും മലയാളികളുടെ തന്നെ ഒത്തിരി കടകളുണ്ട്. പച്ചക്കറികളെല്ലാം വിൽക്കുന്നു. ഈ പൂപ്പാടങ്ങളും ഉള്ളിപ്പാടങ്ങളൊക്കെയാണ് ഏറെ കാഴ്ചകൾക്ക് ഇമ്പം നൽകുന്നത്. വളരെ പതിയെ മുന്നോട്ട് പോയപ്പോഴേക്കും ടോൾ ഗേറ്റ് എത്തി. ഡ്രൈവർ ശ്രദ്ധയോടെ വളരെ പതിയെ ടോളും കൊടുത്ത് മുന്നിട്ടിറങ്ങി. യാത്രകൾ തുടരുകയാണ്, കാഴ്ചകളും തുടരുകയാണ്. ഗുണ്ടിൽപേട്ടിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരുന്ന വഴിക്ക് റോഡിന് ഇരുവശവും എത്രമേൽ കണ്ടാലും മതിയാവാത്ത, മനസ്സുമടുക്കാത്ത ചേമന്തിപ്പാടങ്ങളും സൂര്യകാന്തിപ്പാടങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അത് ഗോപാൽസ്വാമിപേട്ട മലനിരകളുടെ അടിവാരം വരെ അങ്ങ് നീണ്ടുപോയിരിക്കുകയാണ്. ഇടതുഭാഗത്തേക്കുള്ള കാഴ്ചകൾ അങ്ങനെ, വലതുഭാഗത്തേക്കാണെങ്കിൽ കാഴ്ചകൾ അതിലേറെ രസകരവും അതിലേറെ ഭംഗിയുമാണ്. വീണ്ടും കാട്ടിലേക്ക് കയറി. കർണാടകക്കാട്, മഴയൊന്നുമില്ല. കുറച്ച് ദൂരം അങ്ങനെ പോയ സമയത്ത് അതാ റോഡ് വയ്ക്കലൊരാന. ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ആനയും പുലിയും കാട്ടുപോത്തും മാൻകൂട്ടങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണും. എന്ന് വെച്ച് എല്ലാ യാത്രകളിലും പുലിയൊന്നും കാണണമെന്നില്ല കേട്ടോ. ഞങ്ങൾ ഒത്തിരി യാത്രകളിൽ കണ്ടിട്ടുണ്ട്. ഈ യാത്രകളിലും ആവോളം പലതരം മൃഗങ്ങളെയും കാണാൻ സാധിച്ചു. വീണ്ടും വളവുകളും തിരിവുകളും ഹമ്പുകളും ഒക്കെയായി കർണാടക കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട്. എത്ര കണ്ടാലും ഈ കാട് മതി വരുന്നില്ല. സത്യം പറഞ്ഞാൽ ഡിപ്രഷനൊക്കെ ഒഴിവാക്കാൻ ഇത്തരം കാഴ്ചകൾ എത്രയോ മനോഹരമാണ്. കുട്ടിക്കുരങ്ങന്മാർ വികൃതി കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ നടുവിൽ നിന്നും മാറുന്നേയില്ല. എന്ത് KSRTC, എന്ത് യാത്രക്കാർ, ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാ എന്ന ഭാവത്തിൽ. റോഡിൻ്റെ സൈഡിലൂടെ അതാ പുഴ കുത്തി ഒഴുകുന്നു.
വർഷക്കാലത്ത് ആ പുഴ കുത്തിയൊഴുകുന്നത് കാണാൻ വളരെ മനോഹാരിതയാണ്. പലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട് അവിടെ ഇറങ്ങി ഒരു വീഡിയോ എടുക്കട്ടെ എന്ന്. പക്ഷേ അനുവദനീയമല്ലാത്തതിനാൽ ദൂരെ നിന്ന് ഒപ്പിയെടുക്കേണ്ടി വന്നു. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകയുടെ കാട് കഴിഞ്ഞ് കേരളക്കാടും പൊൻകുഴി അമ്പലവും കടന്ന് വളരെ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം നന്നായി കലങ്ങിയിട്ടുണ്ട്. നന്നായി മഴ പെയ്യുന്ന സമയത്ത് ഈ സമയത്തൊക്കെ ഈ വഴി കുറച്ച് ദിവസമൊക്കെ അടച്ചിടാറുണ്ട്. കാരണം അത്രമേൽ വെള്ളം പുഴയിൽ നിന്ന് റോട്ടിലേക്ക് കയറുമായിരുന്നു. ഇപ്രാവശ്യം മഴ കുറവാണ്, അതുകൊണ്ട് അത്രമേൽ വെള്ളമൊന്നും വന്നില്ല. ചെക്ക് പോസ്റ്റെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വളരെ പതുക്കെ മുന്നോട്ട് പോന്നു. കാടോരവും സർക്കാരിൻ്റെ വിശ്രമകേന്ദ്രവും കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴേക്കും പെരുമഴയായി. കോരിച്ചൊരിയുകയാണ്. ആ കോരിച്ചൊരിയുന്ന മഴയുടെ വശ്യമനോഹര സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട്. ഡ്രൈവർ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. റോഡിൽ പല ഭാഗത്തും വെള്ളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. അവിടെയൊക്കെ അദ്ദേഹം സ്പീഡ് കുറച്ച് വളരെ പതിയെ വണ്ടിയെടുത്ത് മുന്നോട്ട്. റോഡ് സൈഡിലൂടെ പോകുന്ന ഒരു ചേച്ചി കുറച്ചു നേരം മുന്നിലിങ്ങനെ താളം പിടിച്ചു. കാരണം സൈഡ് ഒതുക്കാൻ പറ്റുന്നില്ല, വെള്ളക്കെട്ടാണ്. ചെറിയ വാഹനമല്ലേ. ഡ്രൈവർ അവരെയും ശ്രദ്ധയോടെ വീക്ഷിച്ചു വളരെ പതിയെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് കയറി. യാത്രകൾ തുടരുകയാണ്. രാവിലെ 8 മണിക്ക് സുൽത്താൻ ബത്തേരി KSRTC ഗ്യാരേജിൽ നിന്ന് തുടങ്ങിയ യാത്ര ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴേക്കും 3 സംസ്ഥാനങ്ങൾ പിന്നിട്ട് 160 കിലോമീറ്റർ പിന്നിട്ട് 3 സംസ്ഥാനങ്ങളിലെ കാടുകളും കാഴ്ചകളും കണ്ട് ഞങ്ങൾ 2 മണിയായപ്പോഴേക്കും സുൽത്താൻ ബത്തേരി ഗ്യാരേജിൽ എത്തിച്ചേർന്നു. 203 രൂപയാണ് ഒരാൾക്ക് ആകെ ചിലവായത്. വായു യാത്രകൾ തുടരാം.